പെരിയാറിന്റെ കൈവഴിയായ മുട്ടാർപ്പുഴ മാലിന്യം നിറഞ്ഞ് മത്സ്യസമ്പത്തിന് ഭീഷണി ഉയർത്തി കലങ്ങിയൊഴുകുന്നു. ഏലൂർ ഇടമുള പാലത്തിനു സമീപം വ്യാപകമായാണ് ഇന്ന് പുലർച്ചെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ മുതലാണ് പുഴയിൽ നിറവ്യത്യാസം തുടങ്ങിയത്. ഉച്ചയോടെ കടുത്ത നിറത്തിൽ വെള്ളപ്പാടയോടെ കാണാനായി. അതോടെ അങ്ങിങ്ങായി മീനുകൾ ശ്വാസം ലഭിക്കാത്തതിനാൽ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നതും കാണാവുന്നതായിരുന്നു. ഇടമുള പെരിയാറാണ് ഇടമുള, മീൻ ആലുവ പെരിയാർ ഇടമുള, അതിൻ്റെ കൈവഴിയാണ് ഇടമുള കൈവത്. അവിടെ ഇരിക്കുന്നത് ഒരു നമ്മളെ ഇടമുള ഭാഗത്ത് എത്ര ഇതിരിക്കണം, വാട്ടർ അതോറിറ്റി, ഈ കൊച്ചിൻ റിഫൈനറിയുടെ, അതുപോലെ അമൃത ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഇൻഡാൽകോ കമ്പനിയുടെ, TCC, FACT, അപ്പോളോ ട്രേഡ്സ്, എല്ലാ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഒരു പുഴയാണ്. ഈ പുഴയാണ് മലിനമായേക്കണത്. അത് തൂമ്പങ്കൽ തോടിൽ നിന്ന്, SCMSൻ്റെ അടുത്തുള്ള തൂമ്പങ്കൽ തോടിൽ നിന്ന്, കളമശ്ശേരി തൂമ്പങ്കൽ തോടിൽ നിന്നുള്ള വെള്ളം, അവിടെ നിന്നുള്ള വെള്ളം ഇറിഗേഷൻ, ഈ ഷട്ടർ അടച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് വെള്ളം ഒഴുകിയാണ് ഈ ഇതിന് മീനുകൾ ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ ഈ ചത്ത് പോയേക്കണത്. ഒരുപാട് മീനുകൾ. പിന്നെ ഒത്തിരി മീനുകളാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 3:30 മുതൽ ഈ വെള്ളത്തിൻ്റെ കളറ് മാറി. അപ്പം തന്നെ ഞാൻ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിലും പരിസ്ഥിതി പ്രവർത്തകരെയും പത്രക്കാരെയും മാധ്യമക്കാരെ എല്ലാവരും വിളിച്ചറിയിക്കുകയും മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ വിളിച്ചറിയിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇറിഗേഷൻ്റെ ഇവിടുത്തെ ചാർജുള്ള മാഡത്തിനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആരും അത് നടപടിയായിട്ട് സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ ഇത്രയും ഒരു മത്സ്യക്കുരുതി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ ഷട്ടർ മഞ്ഞുമൽ ഗ്ലാസ് കോളനിയുടെ അവിടുത്തെ ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകിപ്പോയി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങോട്ടൊന്നും അത്ര അതിനെ ബാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയതുകൊണ്ട് എന്തോരം മീനുകളെ ചത്തുപൊങ്ങി. ഒത്തിരി ആൾക്കാർ മീനുകൾ കരിമീനൊക്കെ പിടിച്ച് കൊണ്ടുപോയി സംഗതി. ബന്ധപ്പെട്ട അധികാരികളെ പിന്നെ ഇപ്പോൾ രാവിലെ തന്നെയുള്ള ബന്ധപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ്റെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ അവിടുത്തെ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചുമതലയുള്ള ഇറിഗേഷൻ്റെ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാ അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ചെയർമാൻ ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളും സിറ്റിയിലെ പ്രമുഖ ആശുപത്രിയിലും ശുദ്ധജലത്തിനായി വെള്ളമെടുക്കുന്നത് ഈ പുഴയിൽ നിന്നാണ്. മുട്ടാർപ്പുഴ അവസാനിക്കുന്നിടത്തെ മഞ്ഞുമൽ റെഗുലേറ്റർ ബ്രിഡ്ജിലെ ഷട്ടർ അടച്ചിട്ടിരിക്കുന്നതാണ് പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതെന്നാണ് പ്രദേശത്തെ നഗരസഭാ കൗൺസിലർ KM ഇസ്മായിൽ പറഞ്ഞത്. സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുഴയിൽ നിന്നും ജലത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലും ജലത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് കുസാറ്റിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.